നമസ്കാരം. ഇന്ന് നമുക്കൊരു പാൽക്കപ്പ ഉണ്ടാക്കിയത്. രാവിലെ ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. അപ്പം പാൽക്കപ്പയുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പം ഇന്ന് പാൽക്കപ്പയ്ക്ക് വേണ്ടിയ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ 2 കപ്പ. അപ്പം ഈ കപ്പയൊന്ന് പൊളിക്കണം. ഇത് തേങ്ങ ഒന്ന് അരച്ച് പാലെടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ. അപ്പം നമുക്ക് ഈ കപ്പയെല്ലാം ഒന്ന് ചെറുതായിട്ട് പൊളിച്ചിട്ട് പൊളിച്ചെടുക്കാം. രാവിലെ ഹൃദയമായി ഈ വർത്താനമൊക്കെ പറയുന്നതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പ എല്ലാം ഒന്ന് കൊച്ചായിട്ട് അരിഞ്ഞ് പൊളിച്ചെടുക്കും. അപ്പം നമ്മുടെ പാൽക്കപ്പയുടെ കപ്പയെല്ലാം പുഴുങ്ങിയെടുക്കുന്നു. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ചൂടുവെള്ളം ഈ പാലൊന്ന് തേങ്ങ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പാലെടുക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞു രാവിലെ പറ. അതൊന്നും പറയുന്നില്ല, ഇന്ന് രാവിലെ മൂഡൗട്ടാണ്. അപ്പം നമ്മുടെ പാൽക്കപ്പയുടെ കപ്പയെല്ലാം പൊളിച്ചു. ഇനി ഇതൊന്നും നന്നായിട്ട് കരിയെടുക്കണം. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിന് വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു മുറി തേങ്ങ എടുത്ത് ജാറിനകത്തോട്ടൊന്നിട്ടിട്ട് നമുക്ക് ഇനിയും വേണം കപ്പ. പാറു നേരം വെളുത്ത് കപ്പ കഴിക്കരുത്, വയറ്റുവേദന എടുക്കും. അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം. അവൾക്ക് കപ്പ ഇഷ്ടമാണെന്ന് തോന്നുന്നു, എന്നോട് കുറേ കപ്പ കൊടുക്കാൻ. 1 പാലരിച്ച് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെക്കാം. നമുക്ക് കൈയിട്ടതൊന്ന് അങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കും. ഇതൊന്നും കൂടെ അടിച്ചിട്ട് വേണം 2 പാലിനകത്ത് വേണം നമുക്ക് ഈ കപ്പ വേവിക്കും. ഇപ്പോൾ 1 പാല് നമ്മളങ്ങ് എടുത്ത് മാറ്റി വെച്ചു. ഇനി ഒരു 2 പാല്, 1 പാൽ ഇത്രയും ഉണ്ട്, അതെടുത്ത് മാറ്റി. ഇനി നമുക്ക് 2 പാലിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അടിച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ കപ്പ ഈ കുക്കറിനകത്തായിട്ട് ഇത്രയും കപ്പയേ ഉള്ളൂ, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ 2 പാൽ അരിച്ച് വെച്ചിരിക്കും. ആ 2 പാൽ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അത് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ആ പാലിനകത്ത് കിടന്ന് വേണം കപ്പ വേവ്. അപ്പം നമ്മുടെ 2 പാല് ചേർത്ത് നമ്മൾ ഈ കപ്പ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ, നല്ലോണം വേവണമില്ല, അതുകൊണ്ട് കുക്കറിനകത്ത്. അല്ലെങ്കിലും ഞാൻ കപ്പ ഉഴുങ്ങുന്ന കുക്കറിനകത്ത് തന്നെ. അപ്പം ഇതെടുത്ത് അടുപ്പയിലോട്ട് വെച്ച് നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം. കണ്ടോ, തുറന്നെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം പാൽക്കപ്പ നമ്മുടെ എല്ലാം ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 1 പാൽ ഇങ്ങോട്ട് വെച്ച് അടുപ്പയിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കാം. നമ്മുടെ പാൽക്കപ്പ നല്ല അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പാൽക്കപ്പയല്ല നമ്മൾ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി പാൽക്കപ്പ. അപ്പം എന്താ, ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ശകലം കോരി ഒന്ന് കാണിക്കും. അപ്പം നമ്മുടെ പാൽക്കപ്പ വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ട് കോരിയിടും. ഇപ്പം വേണ്ട നല്ല അടിപൊളി പാൽക്കപ്പയാണ്. കണ്ട, എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.